ഹായ് ഓൾ, വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഗോതമ്പ് കൊണ്ടുള്ളൊരു മോമോസാണ്. അതിനനുയോജ്യമായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 തക്കാളിയും ആവശ്യമുള്ള വെളുത്തുള്ളിയും വറ്റൽമുളകും നല്ലപോലെ ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ശേഷം നമുക്കത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സോയ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ മിക്സ് ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ടാവും. ശേഷം നമുക്ക് ഒരു പാനിൽ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ദെൻ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശേഷം ഇതൊന്ന് വഴണ്ട് വന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സിൻ്റെ അരപ്പ് ഇതിലോട്ട് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മുന്നേ ചേർത്ത് വെച്ചിരിക്കുന്ന തക്കാളി, വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിശ്രിതം ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ പാനിലോട്ട് ഈ മിശ്രിതം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ജാഗരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മധുരത്തിന് വേണമെന്നുള്ളവർക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ ഞാൻ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് അതിന് ഞാൻ പരത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പേപ്പർ വെച്ചിട്ട്. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനെ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോയയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം മോമോസിൻ്റെ പോലെ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതും ഇതുപോലെ തന്നെ ഫില്ലിങ് ചെയ്തതിന് ശേഷം നമ്മുടെ മോമോസിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഞാനത് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായം